കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്താൽ ധന്യരായ നമുക്ക് ആ വചനത്തിലൂടെ നമ്മിലേക്ക് പ്രവേശിച്ച കർത്താവിൻ്റെ സാന്നിധ്യം ഇരുമനവാളിനേക്കാൾ മൂർച്ചയേറിയതായ ആ തിരുവചനങ്ങൾ കൊണ്ട് നമ്മുടെ രോഗമേഖലകളെ, അസ്വസ്ഥത മേഖലകളെ, തകർന്ന മേഖലകളെയൊക്കെ അത് തുറന്ന് കർത്താവിനെ സൗഖ്യപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മൾ കേട്ട വചനം അതെല്ലാം തലങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിന്റെ തിരുക്കുമാണ് ഈശോയുടെ തിരുരക്തത്തെ ഞങ്ങളെ ഒന്ന് കഴുകണമേ. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുന്നു. പരിശുദ്ധ പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. കർദിനാൾമാർക്ക് വേണ്ടിയും അഭിയുന്ന പിതാക്കന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്കും മെത്രാപ്പൊലീത്തമാർക്കും മോൺസിഞ്ഞർമാർക്ക് വേണ്ടിയും ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന പുരോഹിതന്മാർക്ക് വേണ്ടിയും 8 ലക്ഷത്തോളം വരുന്ന സന്യസ്തർക്കും പരിശീലനത്തിലായിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്കും സന്യസ്തർക്കും പുരോഹിതന്മാരോടൊപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട പ്രേക്ഷിത ഡീക്കനടുത്ത് ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട പ്രേക്ഷിതരെയും സമർപ്പിച്ചു. ഇനിയും കടന്നു വരേണ്ടവർ മാമോദീസായിലൂടെ ക്രൈസ്തവരായി എങ്കിലും വിശ്വാസമില്ല, വിശുദ്ധമായ ജീവിതമില്ല, വികാരങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ച് നിരാശപ്പെട്ട് കഴിയുന്നവർ, ഇവർക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട്. അതിനാൽ ആ പേര് കൊണ്ട് ക്രിസ്ത്യാനിയെങ്കിലും ജീവിതം കൊണ്ട് വിജാതിയേക്കാൾ കഷ്ടമായി ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ നിരാശയുടെ വഴിയിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത 650 കോടി ജനതകൾക്കും ദിവ്യകാരുണ്യ മരിഭവനത്തിലെ എമ്മാവൂസ് ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥന ശുശ്രൂഷകരിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപയും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ ദൈവമാണ്, ഈശോ ദൈവമാണ്, കുർബാന ദൈവമാണ്, ദിവ്യകാരുണ്യ ഈശോ ദൈവമാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന ദൈവിക ശക്തി കുർബാനയിൽ നിന്ന് ഒഴുകും. വിശ്വാസത്തോടുകൂടി ഒരുമയുള്ള ഹൃദയത്തോടുകൂടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ പോയിരിക്കുന്ന, ജോലി ചെയ്യാൻ പോയിരിക്കുന്ന സാഹചര്യങ്ങൾ, ആ ചുറ്റുപാടുകൾ, ഒരു തെങ്ങ് വെച്ചാൽ ഒടിയെടുത്ത് തെങ്ങ് വെച്ചു പതുക്കെ നാമ്പെടുത്ത് തുടങ്ങും. ഇനിയും അതിന് ചെയ്യേണ്ടത് അതിൻ്റെ ചുറ്റുപാടിൽ വളമിടുക, കിളക്കുക, വെള്ളമൊഴിക്കുക. വെച്ച ചെടിയുടെ ചുറ്റുപാടിൽ നമ്മുടെ മക്കൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാടെങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ഫലം പുറപ്പെടുവിക്കുന്നവരും നന്മയുള്ളവരും ഈശോയെയും പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരുമാകണം. അങ്ങനെയെങ്കിൽ അവർ ഇടപെടേണ്ടി വരുന്ന അവരുടെ സാഹചര്യങ്ങൾ നല്ലതാക്കി കൊടുക്കണം. അവരുടെ ബോസ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മകൾ, മകൻ പോയിരിക്കുന്ന ആ ദേശത്തെ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. അവർക്ക് ഇടപെടേണ്ടി വരുന്ന വ്യക്തികളെയും അവർ ആ ചുറ്റുപാടുകളെയും നിന്റെ തിരുക്കുമാരനായ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. അവരുടെ ചുറ്റുപാട് വിശുദ്ധീകരിക്കപ്പെടണം, ഫലം പുറപ്പെടുവിക്കണം. സാത്താൻ ഒരു വിധത്തിലും അവരെ ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർക്ക് ചുറ്റും ഒരു സംരക്ഷണ വേലിക്ക് കെട്ടിക്കൊടുക്കണം. അയക്കപ്പെട്ടത് അമേരിക്കയാകട്ടെ, UK ആകട്ടെ, അത് കത്തോലിക്ക രാജ്യങ്ങളാകട്ടെ, അതുകൊണ്ടായില്ല. ഇവിടെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുൻപാകെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയായിരിക്കുന്നോ അവർക്ക് ചുറ്റും ഒരു സംരക്ഷണ കോട്ട, തിരുരക്ത സംരക്ഷണ കോട്ട ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് സംരക്ഷണം കൊടുക്കണം.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. അതിന് പ്രാർത്ഥന ചോദിക്കണം. നമ്മൾ എത്ര പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു? അച്ഛൻ മിഷനിലായിരുന്നപ്പോൾ വഴിയിൽ ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തി അവരെ കയറ്റിക്കൊണ്ടു പോകുമായിരുന്നു. ടൗണിലേക്കൊക്കെ 20, 25, 40 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണ്, വണ്ടിയില്ലാതെ ദിവസമെങ്കിലും യാത്ര പോകേണ്ടി വരുമ്പോൾ, ജീപ്പില്ലാതിരിക്കുമ്പോൾ ഏത് വണ്ടി വന്നാലും കൈ കാണിക്കും, അത് നിർത്തും. അച്ഛനെ കൊണ്ടുപോകാറുണ്ട്. അച്ഛൻ ആൾക്കാർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാറുള്ളത് കൊണ്ട് ഞാൻ കൈ കാണിച്ചാൽ അവരെന്നെ കയറ്റാറുണ്ടായിരുന്നു. അതെൻ്റെ അവകാശമാണ്. അതിനാൽ നമ്മൾ ഇവിടെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാവരെയും ആരെയും മാറ്റി നിർത്താതെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അനുഗ്രഹം നൽകുവാനും ആളുണ്ടാകും. പ്രിയപ്പെട്ടവരെയും നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ പഴഞ്ചൊല്ലി ചൊല്ലി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അത് നന്മയുടെ കാര്യത്തിലായിരിക്കട്ടെ, അത് തിന്മയുടെ കാര്യത്തിലായിരിക്കരുത്. അറിവില്ലാത്ത ദൂരദേശത്ത് പോലും നമുക്ക് നന്മ കിട്ടും ഇവിടെ നിങ്ങൾ കൊടുത്താൽ. ആ ഒരു മനോഭാവത്തോടെ എല്ലാവർക്കും നമ്മൾ ഇടപഴകുന്ന വ്യക്തികളിൽ ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ നിന്ന് അഭിഷേകം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കൊണ്ട് കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഇവിടുന്ന് കുർബാനയിൽ നിന്ന് ശക്തി കൊടുക്കണം. അച്ഛൻ തുടർന്ന് ധൂപത്താൽ ഇവിടെ ആശീർവദിക്കും, വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കും. തുടർന്ന് ഓരോരുത്തരുടെയും നിറകയിൽ നെറ്റിയിൽ വിശുദ്ധ തൈലം ആശീർവദിച്ചതായ തൈലം പുരട്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയെ എടുത്തുകൊണ്ട് വരുമ്പോൾ വ്യക്തിപരമായി നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമ്പോൾ വലിയൊരു അഭിഷേകമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുക. ഇത് തിരുസഭയുടെ ആശീർവാദമാണ്. ഇത് തിരുസഭയുടെ ആശീർവാദം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. No.
Thank you.
നിനക്കു തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ I'm
എമ്മാവൂസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തുടർ വളർച്ചയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താമസിച്ചുള്ള ധ്യാന കേന്ദ്രം നമുക്ക് പണിയുവാനുണ്ട്. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആപ്പാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും അങ്ങയിൽ മാത്രം പ്രത്യാശ വയ്ക്കുവാനും സ്നേഹത്തിൽ നിലനിൽക്കുവാനുമായി അങ്ങ് ക്രമീകരിച്ചിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ മരിഭവനത്തെ ഓർത്ത്, എമ്മാവൂസ് ധ്യാന കേന്ദ്രത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ ആത്മവിശുദ്ധി പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ഇടവരുത്തണമേ. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും പ്രേക്ഷിതരെയും തിരുവചനത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കണമേ. ധ്യാന കേന്ദ്രത്തിന്റെ തുടർന്നുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും അധ്വാനിക്കുന്നവരെയും അങ്ങയുടെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ അമ്മയായ ദിവ്യകാരുണ്യനാഥേ, മാർ യൗസേപ്പ് പിതാവേ, ലോകമധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ ധ്യാന കേന്ദ്രത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവിത നമുക്കരിയിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യപ്പെട്ട നിമിഷമാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട്, കുർബാന ദൈവമാണ്, മറക്കരുത്. കുർബാന ദൈവമാണ്. അവൻ ഒരുപക്ഷെ എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, തളർന്നു പോകുന്നു, ഭക്ഷണം കഴിച്ചാലും ശരീരം പുഷ്ടി പ്രാപിക്കുന്നില്ല, ഒരുപാട് രോഗബാധിതരും. എൻ്റെ മക്കളോട് എനിക്ക് എന്നുമേ പറയാനുണ്ടോ, നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്ന കർത്താവിനോട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പുരോഹിതന്മാരും കർത്താവിൻ്റെ 12 അപ്പസ്തലന്മാരുടെ പിൻഗാമികൾ പ്രാർത്ഥിക്കുന്നവരും വിശ്വാസമുള്ളവരും പരിശുദ്ധ ത്രിത്വത്തെയോട് ആലോചന ചോദിക്കുന്നവരും ത്രിത്വത്തെ ആരാധിക്കുന്നവരും മരിയഭക്തരുമാകട്ടെ എന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് പുരോഹിതൻ കുർബാന എടുത്തുകൊണ്ട് വരുമ്പോൾ, കുർബാന ദൈവമാണ്, ഈ ദൈവത്തോട് ഞാൻ ചോദിക്കുന്ന ഏത് കാര്യം സാധിക്കും. ആശ്രവദിക്കുന്ന ആ വൈദികനെയും കൊണ്ട് ആശീർവാദ കരങ്ങളിലിരിക്കുന്ന ദൈവവും ഒന്നായി നിന്നുകൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ അത് സാധിക്കും. ഇവിടെ വന്നിരിക്കുന്നവർ, രോഗികളായി വന്നവർ രോഗാവസ്ഥയിൽ പോകരുത്. സൗഖ്യം പ്രാപിച്ച് കടക്കണിയിൽപ്പെട്ടവർക്കൊരു വഴി കർത്താവ് കാണിച്ചു തരും. ഏത് വഴിയിലൂടെയാണെന്ന് അറിഞ്ഞുകൂടെ ഒന്നറിയാം, അവൻ നമ്മളെ വെറുതെ അയക്കുകയില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, കുർബാനയിൽ വസിക്കുന്ന കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ?
എന്നെ കണ്ട ദൈവത്തെ ഞാനും കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൽമോയി എന്ന് അവളുടെ ദൈവത്തെ അവൾ വിളിച്ചു. എന്റെ ദൈവമേ, ഇന്ന് നീ എന്നെ കാണുന്നുണ്ട്, ഞാൻ നിന്നെയും കാണുന്നുണ്ട്. നീ എന്റെ സ്വർഗീയ പിതാവാണെന്നും നീ എന്നോട് കരുണ കാണിക്കുന്നുവെന്നും നീ എന്നെ വഴിനടത്തുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ജീവിക്കുവാനെ പ്രേരിപ്പിക്കണമേ, പഠിപ്പിക്കണമേ. എന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്റെ വ്യക്തി ജീവിതങ്ങൾ, എന്റെ സഹോദര ജീവിതങ്ങൾ എല്ലാവരും വിശുദ്ധീകരിക്കണമേ. മക്കളില്ലാത്ത നമ്പരിമാരോട് കർത്താവെ എല്ലാ മക്കളെ സമർപ്പിക്കാം. ജീവിതത്തിന്റെ കർത്താവെ കഷ്ടത അനുഭവിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോലിയില്ലാതെ അറിയുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, സാമ്പത്തികമായി രക്ഷിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരും നിന്നെ കണ്ടുമുട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ട ദൈവം അവരെ രക്ഷിക്കുവാൻ തയ്യാറായി. ഈജിപ്തിന്റെ അടിമത്തത്തിൽ അവർ കടന്നു നിലവിളിച്ചപ്പോൾ വിമോചകനായിട്ട് വന്ന കർത്താവേ, കടലയോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിത്യമക്കളെ കടാക്ഷിക്കണമേ. അവരോട് നീ കാരുണ്യം കാണിക്കണമേ. പാപികളും കലഹീനരും കുറവുകളുള്ളവരുമാണ് എങ്കിലും കാരുണ്യത്തിന്റെ അനന്തമായ ഒരു വലിയ ശക്തി അഭിഷേകം നിങ്ങളുടെ മേൽ ചൊരിയണമേ. അവരാണ് എല്ലാ മക്കളും ദൈവത്തെ അറിയട്ടെ. ദൈവ അനുഗ്രഹത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ. അവരാനെ പരിശുദ്ധാത്മാവ് കൊണ്ട് എല്ലാ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളും ബലഹീനരും ദ്വേഷത്തിലും ദുഃഖിതരും കർത്താവ് ഒറ്റപ്പെടുന്നവരുമായ മക്കളെ, കർത്താവിൻ കുടുംബത്തിൽ ഒറ്റപ്പെടുന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ. രാജാവായി വാഴുന്ന യഹോവയല്ലോ, നിത്യപിതാവായ ദൈവമല്ലോ. രാജാവായി വാഴുന്ന യഹോവയല്ലോ, അത്ഭുതമായ ദൈവമല്ലോ. ആരാധന, ആരാധന, ആത്മാവിൽ നിറയുന്ന ആരാധന, 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 ആത്മാവിൽ നിറയുന്ന ആരാധന. പത്തുകണ്ഠയുടെ ദൈവം കൊണ്ട് നിന്നെ സ്തുതിക്കും. കിന്നരനാദത്തോടെ നിന്നെ സ്തുതിക്കും. പത്തുകണ്ഠയുടെ ദൈവം കൊണ്ട് നിന്നെ സ്തുതിക്കും. കിന്നരനാദത്തോടെ നിന്നെ സ്തുതിക്കും. അത്യുച്ചതരമുള്ള കൈത്തലത്തോടെ കർത്താവിന്റെ നാമത്തിൽ ആരാധിച്ചിരിക്കും. ആരാധന, ആരാധന, ആത്മാവിൽ നിറയുന്ന ആരാധന, 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 ആത്മാവിൽ നിറയുന്ന ആരാധന. ജോലിയില്ലാതെ അറിയുന്ന ഒരുപാട് മക്കളുണ്ട്. നഷ്ടപ്പെട്ട ജോലിയുമായി കടലിൽ വാർത്തു കഴിയുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ തമ്പാനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത ഒരുപാട് മക്കളുടെ കർത്താവേ, വിശുദ്ധീകരിക്കുന്നതാണ്. നീയാണ് നിങ്ങളുടെ യഥാർത്ഥ സങ്കേതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ടെൻഷൻ അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ കർത്താവേ, മക്കളും മാതാപിതാക്കളും പരിമക്കളുമായിട്ട് ബഹളങ്ങളിലും കലഹങ്ങളിലും ജീവിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ,
വലിയൊരു അത്ഭുതം എല്ലാ കുടുംബങ്ങളിലും അഭിഷേകമായിട്ട് വരട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി എല്ലാ കുടുംബങ്ങളും നവീകരിക്കപ്പെടട്ടെ. ദാമ്പത്യ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത മക്കളൊക്കെ അവരുടെ ഉദരങ്ങളെ നീ കുഞ്ഞുങ്ങൾ നൽകി സമ്പന്നമാക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന. മാനവരിന്റെ സ്നേഹം, മാനവരിന്റെ കൃപകൾ, പ്രവൃത്തി വലിയ യഹോവയല്ലോ, അത്യുന്നതനായ ദൈവമാണല്ലോ. മാനവരിന്റെ സ്നേഹം, മാനവരിന്റെ കൃപകൾ, പ്രവൃത്തി വലിയ യഹോവയല്ലോ, അത്യുന്നതനായ ദൈവമാണല്ലോ. അവളുടെ ഉദരത്തിലുള്ള ശിശുവിനെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു ഉദ്ദേശിച്ചാണ് തമ്പുരാനെ കാണുന്ന ജീവിതങ്ങളൊക്കെ ഉദ്ദേശിച്ച് കാണട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാം. ആരാധന ആരാധന. ഈശോയെ നന്ദി. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്